നമസ്കാരം. നളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി ആമയൂരിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം. ശനിയാഴ്ച രാവിലെയാണ് അപകടമുണ്ടായത്. ആർക്കും പരിക്കില്ല. ശനിയാഴ്ച രാവിലെയാണ് പട്ടാമ്പി ആമയൂരിന് സമീപം വാഹനാപകടമുണ്ടായത്. പട്ടാമ്പിയിൽ നിന്നും പെരിന്തൽമണ്ണയ്ക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ്സും എതിരെ വന്ന ടൂറിസ്റ്റ് ബസ്സും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. സ്വകാര്യ ബസിന്റെ മുൻവശത്തെ ചില്ലുകൾ പൂർണ്ണമായും തകർന്നു. അപകടത്തിൽ കാര്യമായ പരിക്കുകളൊന്നുമില്ല. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. അപകടത്തെ തുടർന്ന് പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കനത്ത മഴയിൽ വാഹനം സ്ലിപ്പായതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തൃത്താല പോലീസ് സ്കൂൾ പരിസരങ്ങളിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ കഞ്ചാവും നിയമം ലംഘിച്ചോടിച്ച 10ഓളം ബൈക്കുകളും പിടിച്ചെടുത്തു. സ്കൂളുകൾക്ക് മുന്നിൽ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് കഞ്ചാവും നിയമം ലംഘിച്ചോടിയ നിരവധി ബൈക്കുകളും പിടിച്ചെടുത്തത്. മേഴത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, വട്ടേനാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയ്ക്ക് മുന്നിലാണ് പോലീസ് മിന്നൽ പരിശോധന നടത്തിയത്. പാലക്കാട് SP ആനന്ദ് IPSന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പോലീസ് നടപടി. തൃത്താല ജനമൈത്രി പോലീസ്, സ്പെഷ്യൽ ഓർഗനൈസേഷൻ ടീം എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പരിശോധന നടത്തിയത്. സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ കഞ്ചാവും നിയമലംഘനം നടത്തിയ നിരവധി ബൈക്കുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. 15ഓളം വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് നിയമ നടപടി സ്വീകരിച്ചു. തൃത്താല CI വിമൽ, SI ഷാജി, ജനമൈത്രി പോലീസ് ഉദ്യോഗസ്ഥരായ സജിത്ത്, സൻഫീർ, SOG ടീം അംഗങ്ങളായ കമൽ, രാജീവ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. CCTV ന്യൂസ്, തൃത്താല. കൂറ്റനാട് നഗരവികസനവുമായി ബന്ധപ്പെട്ട് KRFB ഉദ്യോഗസ്ഥർ, ലാൻഡ് അക്വിസിഷൻ തഹസിൽദാർ എന്നിവരുൾപ്പെട്ട സംഘം സ്ഥലപരിശോധന നടത്തി. സർവേ കഴിഞ്ഞ് ഏറ്റെടുക്കേണ്ട സ്ഥലം മാർക്ക് ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയായത്. ഈ സ്ഥലമാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. തുടർന്ന് സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുൻപായി സ്ഥലം ഉടമകളുടെ യോഗം ചേരും. കിഫ്ബിയിൽ നിന്നും 13.29 കോടി രൂപയാണ് കൂറ്റനാട് ടൗൺ വികസനത്തിനായി അനുവദിച്ചിരിക്കുന്നത്. ടൗണിലെ 4 കൂടിയ ജംഗ്ഷനും ഇതിനോട് ചേർന്നുള്ള 4 റോഡുകളും വീതി കൂട്ടി ആധുനിക നിലവാരത്തിൽ നവീകരിക്കും. സുസ്ഥിര തൃത്താല പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭൂജല വകുപ്പ് തൃത്താല മണ്ഡലത്തിൽ പൂർത്തീകരിച്ച ജലസംപോഷണ പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. തൃത്താല മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിനായി പഞ്ചായത്തുകൾ, വിവിധ വകുപ്പുകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയെ കൂട്ടിയോജിപ്പിച്ച് തൃത്താല MLAയും മന്ത്രിയുമായ MB രാജേഷാണ് സുസ്ഥിര തൃത്താല പദ്ധതിക്ക് രൂപം നൽകിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റിജീന അധ്യക്ഷയായി. മണ്ഡലത്തെ തരിശുരഹിതവും മാലിന്യമുക്തവുമാക്കുന്നതോടൊപ്പം ടൂറിസം വികസനം അടക്കമുള്ള സമഗ്ര വികസനമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ ഭാഗമായി 20 കൃത്രിമ ഭൂജല സംപോഷണ പദ്ധതികളും 1 കുടിവെള്ള പദ്ധതിയും 5 കുഴൽ കിണർ നിർമ്മാണങ്ങളുമാണ് പൂർത്തീകരിച്ചത്. സുസ്ഥിര തൃത്താല ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ജനങ്ങളുടെ ഉത്സവമായി മാറണമെന്നാണ്. ഇപ്പോഴും സർക്കാർ വകുപ്പുകളുടെ മാത്രം പ്രവർത്തനമായിട്ടാണ് മാറുന്നത്. എങ്ങനെയാണ് ജനപങ്കാളിത്തം ഉറപ്പുവരുത്താൻ കഴിയുക? അതിനാണ് ഞാൻ ഈ പ്രസിഡന്റുമാരെ പ്രസിഡന്റുമാരെ വിചാരിക്കുകയും ജനപ്രതിനിധികൾ രംഗത്തിറങ്ങുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് ജനപങ്കാളിത്തത്തോടെ കൂടുതൽ ഗംഭീരമാക്കി മാറ്റാൻ പറ്റും. ഇനി എല്ലാവരും കൂടി രംഗത്തിറങ്ങിയാൽ സുസ്ഥിര തൃത്താലയെ അടുത്ത 2 കൊല്ലം കൊണ്ട് കേരളത്തിനായ മാതൃകയായ, കേരളം മുഴുവൻ തൃത്താലയിലേക്ക് പഠിക്കാൻ വരുന്ന ഒരു പദ്ധതിയാണ്. 27 നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PK ജയ, T സുഹറ, AV സന്ധ്യ, ഷറഫുദ്ദീൻ കളത്തിൽ, ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ ഡോക്ടർ ആർട്സ് K പുരുഷോത്തം, നവകേരള കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ P സെയ്തലവി തുടങ്ങിയവർ സംസാരിച്ചു. മഴ പെയ്തതോടെ കുളമായി മാറി പള്ളം ദേശമംഗലം കനാൽ റോഡ്. ദിനംപ്രതി സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ള കാൽനട യാത്രികരും സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങളുമാണ് ഈ വഴി കടന്നുപോകുന്നത്. ദേശമംഗലത്തേക്ക് വേഗത്തിലെത്താൻ നിരവധി പേരാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത്. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള റോഡിൽ കനാലും റോഡും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ വെള്ളം നിറഞ്ഞാണ് നിൽക്കുന്നത്. രാത്രികാലങ്ങളിൽ ഇരുചക്രവാഹനങ്ങൾ അരികു ചേർന്ന് പോകുമ്പോൾ കനാലിലേക്ക് വാഹനങ്ങൾ വീഴുന്നതും നിത്യസംഭവമാണ്. കനാലും മാലിന്യം നിറഞ്ഞ വൃത്തിഹീനമായ അവസ്ഥയിലാണ്. വൃത്തിയാക്കാനോ റോഡരികിലുള്ള പൊന്തക്കാട് വെട്ടിമാറ്റാനോ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും യാത്രാ ദുരിതം പഞ്ചായത്ത് അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും നാട്ടുകാർ പറഞ്ഞു. ഒരുപാട് ബസ് റൂട്ടൊക്കെ ഉള്ള സ്ഥലമാണ്. അതുപോലെ ദേശമംഗലം, പറ്റൂര്, വണ്ടിയൊക്കെ പോണ റോഡുകളാണ്. വളരെ ശോചനീയാവസ്ഥയാണ് ഇവിടുത്തെ റോഡും പൊളിഞ്ഞിട്ടും. അതുപോലെ ഇവിടെ പാലം കൈവരില്ല, ഭയങ്കര അപകടാവസ്ഥയാണ്. ഇതിപ്പോൾ 2-3 വർഷമായി ഇതേ രീതിയിൽ മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ അവസ്ഥയാണ്. ഇതിലൂടെ പ്രായ ആൾക്കാർ പോകുന്നുണ്ട്, അതുപോലെ സ്കൂൾ കുട്ടികൾ പോകുന്നുണ്ട്. ഇതിപ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. യാത്രക്കാർക്ക് സഞ്ചരിക്കാനാണെങ്കിലും നടക്കാനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ഇതിപ്പോൾ ഞങ്ങൾ പലരോടും ഞങ്ങൾ പോകുമ്പോൾ അറിയിക്കുന്നുണ്ട്, പക്ഷേ ആരും ഇതിനൊരു മറുപടി ഇതുവരെ തരുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ചലച്ചിത്ര നടി മീര നന്ദൻ വിവാഹിതയായി. ലണ്ടനിൽ അക്കൗണ്ടന്റായ ശ്രീജവാണ് വരൻ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് പുലർച്ചെ 5 മണിയോടെയായിരുന്നു താലികെട്ട്. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹ ചടങ്ങിൽ സംബന്ധിച്ചത്. താലികെട്ടിന്റെയും സിന്ദൂരം ചാർത്തുന്നതിന്റെയും ചിത്രങ്ങൾ മീര ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തു. വിവാഹത്തിന് മുന്നോടിയായുള്ള ഹൽദി, മെഹന്തി, സംഗീത് തുടങ്ങിയ പരിപാടികളുടെ ദൃശ്യങ്ങളും മീര പങ്കുവച്ചിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 13-നായിരുന്നു താരത്തിന്റെ വിവാഹ നിശ്ചയം. 2008-ൽ മുല്ല എന്ന ചിത്രത്തിലൂടെ സംവിധായകൻ ലാൽ ജോസാണ് മീരയെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയത്. തൊട്ടടുത്ത വർഷം വാൽമീകി എന്ന ചിത്രത്തിലൂടെ തമിഴിലും, 2011-ൽ ജയ് ബോലോ തെലുങ്കാന എന്ന ചിത്രത്തിലൂടെ തെലുങ്കിലും, 2014-ൽ കരോഡ്പതി എന്ന ചിത്രത്തിലൂടെ കന്നഡയിലും അരങ്ങേറി. പുതിയ മുഖം, പോത്തൻവാവ, എൽസമ്മ എന്ന ആൺകുട്ടി, അപ്പോത്തിക്കിരി തുടങ്ങിയവയാണ് ശ്രദ്ധേയ ചിത്രങ്ങൾ. ഈ വർഷം പുറത്തെത്തിയ എന്നാലും എൻ്റളിയ ആണ് മീര അഭിനയിച്ച് ഒടുവിൽ തിയേറ്ററുകളിലെത്തിയ ചിത്രം. നിലവിൽ ദുബായിൽ നിന്നുള്ള മലയാളം റേഡിയോ സ്റ്റേഷൻ ഗോൾഡ് 101.3 FM-ൽ RJ-യാണ്. CCTV ന്യൂസ്, ഗുരുവായൂർ. ഒരു റോഡില്ലാത്തതിന്റെ ദുരിതം പേറി ജീവിതം തള്ളി നീക്കുകയാണ് തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ ഇറുമ്പകച്ചേരി ഏനാംകുന്ന് പ്രദേശത്തുകാർ. കനാൽ വരമ്പിലൂടെയാണ് ഇവിടത്തുകാരുടെ ദുരിതയാത്ര. മഴ തുടങ്ങിയതോടെ യാത്ര ഭീതിജനകമാണ്. ചെറു ഇടവഴികൾ പോലും കോൺക്രീറ്റ് റോഡായി മാറുന്ന ഇക്കാലത്താണ് തൃത്താല മണ്ഡലത്തിലെ തിരുമറ്റക്കോട് പഞ്ചായത്തിലെ 3-ാം വാർഡിൽ ഉൾപ്പെടുന്ന ഇറുമ്പകശ്ശേരി ഏനാംകുന്ന് പ്രദേശത്തുകാരുടെ ഒരു റോഡിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുന്നത്. വീടുകളിൽ നിന്നും പുറലോകത്തെത്തുവാൻ ഇവർക്ക് സാഹസിക യാത്ര തന്നെ നടത്തണം. കനാൽ വരമ്പിലൂടെയാണ് വർഷങ്ങളായി ഇവിടുത്തുകാരുടെ യാത്ര. 700 മീറ്ററിലധികം ഈ വഴി നടന്നാൽ മാത്രമാണ് പ്രധാന പാതകളിലേക്ക് എത്തിപ്പെടുക. മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന കനാൽ വരമ്പിലൂടെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ യാത്ര ഭീതിജനകവുമാണ്. ഞങ്ങൾക്കൊരു വഴിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. വയ്യാത്ത ആൾക്കാർ, സുഖമില്ലാത്ത ആൾക്കാരെ നിറച്ചിവിടെ ഒന്ന് കൊണ്ടുപോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോഡ് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് ഇവര് റോഡ് ഉണ്ടാക്കി തരുന്നില്ല. വയ്യാത്ത ആൾക്കാരെ നിറച്ചിവിടെ. ഇവര് ചെയ്തുതരാന്ന് പറയാന്നല്ലാതെ ചെയ്തു തരുന്നില്ല. ഒരു ഗർഭിണികളുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോകാൻ പറ്റണില്ല, കുട്ടികൾക്ക് പിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല, സ്കൂൾക്ക് പോകാൻ പറ്റണില്ല. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഇതൊന്ന് ശരിയാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് പറയുന്നത്. രോഗികളും ഗർഭിണികളും അടക്കം നിരവധി പേർ ഇവിടങ്ങളിൽ താമസിക്കുന്നുണ്ട്. രാത്രികാലങ്ങളിൽ ഒരു ആശുപത്രി കേസ് വന്നാൽ ആളുകളെ വാഹനങ്ങളിലേക്ക് എത്തിക്കുവാൻ പെടാപ്പാടാണ്. ഇതൊന്നും വിവരിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയും. ഞങ്ങൾക്ക് കാര്യമായിട്ടൊരു വഴിയാണ് വേണ്ടത്. കാരണം ഈ ഭാഗത്തുള്ളവരൊക്കെ അസുഖമായിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങൾക്ക് രാത്രി എന്തെങ്കിലും പെട്ടെന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി വരാൻ ഞങ്ങൾക്ക് അതിന് സൗകര്യമില്ല. ഞങ്ങളതിന് എന്തെങ്കിലും നടപടിയായിട്ട് ഞങ്ങൾക്ക് ചെയ്തരണമെന്ന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ഒക്കെ വയ്യാത്ത ആൾക്കാരാണ്. എന്തെങ്കിലും ഒരു വണ്ടി പറഞ്ഞ പകുതി വരെ വന്നിക്കും. പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുക? രാത്രിയൊക്കെ വല്ല അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ബുദ്ധിമുട്ടൊക്കെ അനുഭവം ഉള്ള കാരണം ഞാൻ പറയുന്നത്. തോടുള്ളത് പൊട്ടി പൊളിഞ്ഞിട്ടാണ് കിടക്കണത്. അത് തന്നെ 2 പേർക്ക് അങ്ങനെ ഒപ്പം നടന്നു പോകാനോടും പറ്റില്ല. ഒരാളങ്ങനെ ഒപ്പം പിടിച്ചു കൊണ്ടുപോകണമെങ്കിലും കൂടി ഞങ്ങൾക്ക് സൗകര്യമില്ല. 12ഓളം കുടുംബങ്ങൾ ഏനാംകുന്ന് പ്രദേശത്ത് മാത്രമുണ്ട്. തൊട്ടടുത്ത കളത്തുംപടിക്കാരുടെയും സ്ഥിതി മറിച്ചല്ല. ഇവിടേക്കുള്ള വഴിയിൽ കോറിപ്പൊടിയെല്ലാം ഇട്ട് നാട്ടുകാർ ഒരു വിധം വഴിയൊരുക്കിയിട്ടുണ്ട്. എന്നാൽ ശാശ്വതമായൊരു പരിഹാരം വിദൂരമാണ്. തിരുമറ്റക്കോട് പഞ്ചായത്ത് ദേശമംഗലം പഞ്ചായത്തും കൂടിയാണ് പോണത്. ഞങ്ങള് സ്വന്തം 10-12 വീട്ടുകാർ കൂടിയിട്ട് നിർമ്മിച്ച റോഡാണിത്. ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ റോഡാണ്.
അതൊന്ന് കോൺക്രീറ്റ് ചെയ്തേര് നേരാക്കി തേര് ചെയ്യാൻ പറഞ്ഞിട്ട് ആരും ഈ ഒരു പഞ്ചായത്തിൽ ഇതുവരെ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടില്ല. ഞങ്ങൾ എന്നെ റെഡിയാക്കിയ റോഡാണ്. തിരുമറ്റിക്കോട് ഗ്രാമപഞ്ചായത്തിന്റെയും തൃശൂർ ജില്ലയിലെ ദേശമംഗലം പഞ്ചായത്തിന്റെയും അതിർത്തി പ്രദേശം കൂടിയാണ് ഇത്. ദേശമംഗലം പഞ്ചായത്തുള്ളവരുടെ സ്ഥിതിക്കും മാറ്റമില്ല. 2015 ഇവിടെ റോഡിന്റെ പണി തുടങ്ങി വെച്ചിരുന്നു. എന്നാൽ 9 വർഷം കഴിഞ്ഞിട്ടും ആ പ്രവൃത്തികൾക്ക് ഒരു മാറ്റവുമില്ലാതെ കിടക്കുകയാണ്. ദേശമംഗലം പഞ്ചായത്തിൽ കെട്ടി തന്നു. അത് അവര് കുറച്ച് കഴിഞ്ഞിട്ട് പൊളിഞ്ഞാടിൽ തുടങ്ങി. വലിയൊരു വണ്ടി പോലും ഞങ്ങൾക്ക് ഇതേനെ വരാൻ പറ്റുന്നില്ല. ഇപ്പൊ അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടിലാണ്. ഒരുപാട് വയസ്സായ ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് ഈ ഭാഗത്തേക്ക്. ഇവർക്കൊക്കെ പോകാൻ ഒരുപാട് ഇടങ്ങേറാണ്. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഞങ്ങൾ കുറെ കാലങ്ങളായി ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം കാണുന്ന വേണം. റോഡ് നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം വിട്ടു നൽകുവാൻ പലരും തയ്യാറാണ്. എന്നാൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ലെന്നാണ് ഇവിടുത്തുകാരുടെ പരാതി. അതേസമയം ഇവിടുത്തെ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും എന്നാൽ സ്ഥലം ലഭ്യമാവാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നതെന്നുമാണ് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം. എന്നാൽ റോഡ് എന്ന ഇവിടുത്തുകാരുടെ വർഷങ്ങളായുള്ള അത്യാവശ്യത്തിന് ഒരു പരിഹാരമാണ് ഇനി വേണ്ടത്. ഇവിടുന്ന് അങ്ങോട്ട് റോഡിൽ കെട്ടി കിട്ടണം. അതിന് വയ്യ നടക്കാന്. ആൾക്കാരൊക്കെ കൂടും കുടിക്കാൻ. എന്നാലും കുടിച്ചാക്ക് നടക്കാൻ വയ്യ. അങ്ങനത്തെ ഇടങ്ങളാണ്. അപ്പൊ ഒരു റോഡ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഇതുവരെ നടന്നാ മതിയല്ലോ. അതിന് നിവർത്തിയില്ല. ആ ഒരു ഇടങ്ങളുകൊണ്ടാണ് ഇപ്പൊ ഇതൊക്കെ ചെയ്യുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റായി ബാബു കോട്ടയിലിനെ വീണ്ടും തെരഞ്ഞെടുത്തു. കുളപ്പുള്ളിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗം സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പ് പൊതുയോഗം കുളപ്പുള്ളിയിൽ വെച്ചാണ് നടത്തിയത്. രാവിലെ പതാക ഉയർത്തിയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. തുടർന്ന് നടന്ന പൊതുയോഗം സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു. വ്യാപാര ലൈസൻസ് പുതുക്കുന്നതിന് സർക്കാർ നിർദ്ദേശിക്കുന്ന പുതിയ നടപടിക്രമം പാലിക്കുന്നതിൽ വ്യാപാരികൾക്കുണ്ടാകുന്ന പ്രതിസന്ധികളെ സംബന്ധിച്ച് ജൂൺ 30 മുമ്പ് ചർച്ച ചെയ്യുമെന്ന് വകുപ്പ് മന്ത്രി വ്യാപാരികൾക്ക് നൽകിയ വാക്ക് ഇതുവരെയും പാലിച്ചിട്ടില്ലെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം കുറ്റപ്പെടുത്തി. വ്യാപാരികളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സർക്കാരിന്റെ ധാർഷ്ട്യത്തിനെതിരെ വരാനിരിക്കുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വ്യാപാരികൾ മറുപടി നൽകുമെന്നും രാജു അപ്സര കൂട്ടിച്ചേർത്തു. നമ്മളോട് യാതൊരുവിധമായ താല്പര്യപൂർവ്വം സമീപനം ഗവൺമെന്റ് എടുക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക് താല്പര്യമുണ്ടായിട്ട് കാര്യമില്ല, വകുപ്പ് മന്ത്രിക്ക് താല്പര്യമില്ല, വകുപ്പ് മന്ത്രിക്ക് താല്പര്യമുണ്ടായിട്ട് കാര്യമില്ല, ഉദ്യോഗസ്ഥന്മാർക്ക് താല്പര്യമില്ല. എല്ലാവരും വ്യാപാരികളെ ക്രൂശിക്കുന്നു. പലരും എനിക്ക് മനസ്സിലായിടത്തോളം കോർപ്പറേറ്റിന്റെ ഏജന്റുമാരായിട്ടാണ് പലരും പ്രവർത്തിക്കുന്നത്. നമുക്ക് വേണ്ടി സംസാരിക്കാൻ നിയമസഭയിൽ ആളില്ല. ഒരുപക്ഷെ ബാബുക്കോട്ടയിൽ പാലക്കാട് MLA ആയിട്ട് വന്ന ഒരു പരിധിവരെ പ്രശ്നം നിങ്ങൾ ഒത്തൊരുമിച്ച് ശ്രമിച്ചാൽ നടക്കുമല്ലോ. നിങ്ങൾ ഒത്തൊരുമിച്ച് ശ്രമിച്ചാൽ അല്ലാതെ നമ്മുടെ പ്രശ്നങ്ങൾ പാലക്കാട് ജില്ലയായാലും കേരളത്തിലായാലും പരിഹാരം ഉണ്ടാക്കാൻ വലിയ പ്രയാസമാണ്. കാരണം നമ്മൾ രാഷ്ട്രീയക്കാരുടെ ചെന്ന് പറയുമ്പോൾ അവർക്ക് വലിയ ഗർവമാണ്. അവർ നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നില്ല. നമ്മളെ മുതലാളിമാരായിട്ടാണ് കാണുന്നത്. നമ്മളെ തള്ളി പറയുമ്പോൾ കയ്യടി കിട്ടുന്നത് അമിതമായ ധാരണയാണ്. ബാബുക്കോട്ടയിൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. തുടർന്ന് 2024-26 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു. ദേവസ്യ മേച്ചേരിയുടെ നേതൃത്വത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നിയന്ത്രിച്ചത്. ബാബുക്കോട്ടയിലിനെ വീണ്ടും ജില്ലാ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. കെ ഹമീദാണ് ജില്ലാ ജനറൽ സെക്രട്ടറി. ട്രഷററായി KK ഹരിദാസിനെയും തിരഞ്ഞെടുത്തു. സംസ്ഥാന ഭാരവാഹികളായ കുഞ്ഞാവു ഹാജി, S ദേവരാജൻ, തോമസ് കുട്ടി, PC ജേക്കബ്, AJ ഷാജഹാൻ, KV അബ്ദുൽ ഹമീദ്, K അഹമ്മദ് ഷെരീഫ്, സണ്ണി പൈമ്പിള്ളി, ബാബു ഹാജി, VM ലത്തീഫ്, സിവിൽ രാജ്, AJ റിയാസ്, സലീം രാമനാട്ടുകര, സുബൈദ നാസർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിക്കുന്നു. നാളെ വൈകിട്ട് ചേംബർ ഹൌസിൽ വെച്ചാണ് യോഗം. പുതിയ ഭാരവാഹികളുടെ പ്രഖ്യാപനവും ഇതോടൊപ്പം നടക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിലാണ് ചേംബർ ഓഫ് കൊമേഴ്സ് അംഗങ്ങളിൽ SLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് അനുമോദനം ഒരുക്കുന്നത്. ഇതോടൊപ്പം 70 കഴിഞ്ഞ വ്യാപാരി അംഗങ്ങളെ ആദരിക്കുന്നുമുണ്ട്. ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് ചേംബർ ഹൌസിൽ വെച്ചാണ് പരിപാടി നടത്തുന്നതെന്നും സംഘാടകർ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതേപോലെ തന്നെ 70 വയസ്സ് പിന്നിട്ട വ്യാപാരികളെ, ചേംബർ ഓഫ് കൊമേഴ്സിന്റെ അംഗങ്ങളായ വ്യാപാരികളെ ആദരിക്കുന്ന ഒരു ചടങ്ങും കൂടെ ഇതിനോടനുബന്ധിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ഉദ്ദേശം. പിന്നെ പുതിയ ഭാരവാഹികളെ
2024, 2026 കാലഘട്ടങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. അതിൻ്റെ ഒരു പ്രഖ്യാപനം കൂടെ ഇവിടെ നടത്തുന്നുണ്ട്. നമ്മൾ പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സ്. ഇതോടൊപ്പം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പുതിയ ഭാരവാഹികളുടെ പ്രഖ്യാപനവും ചടങ്ങിൽ നടക്കും. KP കമാൽ പ്രസിഡന്റായും KC സുധാകരൻ ജനറൽ സെക്രട്ടറിയായും G സൈമൺ ട്രഷററുമായുള്ള പുതിയ കമ്മിറ്റിയാണ് 2 വർഷത്തേക്ക് ഇനി ചേംബർ ഓഫ് കൊമേഴ്സിനെ നയിക്കുക. കഴിഞ്ഞ 23 വർഷമായി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന സൗജന്യ കണ്ണു പരിശോധന നിരവധി ആളുകൾക്ക് ഉപകാരപ്രദമായി ഇപ്പോൾ മുന്നോട്ട് പോകുകയാണെന്നും ഭാരവാഹികൾ ഓർമ്മപ്പെടുത്തി. അല്ല, ഈ ഒരു വർഷം നമ്മളത് 19 കാലഘട്ടത്തിൽ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് നടത്താൻ കഴിയാതിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് 23 മെയ് മാസമാണ് ആദ്യമായിട്ട് നടത്താൻ സാധിച്ചത്. അപ്പോൾ 2023 മെയ് മാസം മുതൽ ഇപ്പോൾ കഴിഞ്ഞ മാസം വരെ 450ഓളം കേസുകൾ നമ്മൾ ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞു. ഇപ്പോഴത്തെ നിലവാരം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കണ്ണിൻ്റെ കാറ്ററാക്ട് സർജറിക്ക് ചുരുങ്ങിയത് 25,000. അതിനപ്പുറം 40,000, 50,000 മേടിക്കുന്ന ആശുപത്രികളുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പോയ വർഷം മാത്രം 1,12,00,000 സാമൂഹിക പ്രവർത്തനങ്ങൾ ചേംബർ ഓഫ് കൊമേഴ്സിന് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചു. പട്ടാമ്പിയിലെ ഗതാഗതക്കുരുക്ക് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുവാൻ അധികൃതർ ഭാഗത്തുനിന്നും നടപടി ഉണ്ടാകണമെന്നും ചേംബർ ഓഫ് കൊമേഴ്സ് ആവശ്യപ്പെട്ടു. വ്യാപാരികളുടെ നിരന്തരമായ അവരുടെ ആവശ്യങ്ങൾ നമ്മൾ ചേംബർ ഓഫ് കൊമേഴ്സിൽ നിന്നും അത് പരിഗണിക്കാറുണ്ട്. അവർക്ക് വേണ്ടുന്ന എല്ലാവിധ സപ്പോർട്ടുകളും സംഘടന എന്നുള്ള നിലയ്ക്ക് ചേംബർ ഓഫ് കൊമേഴ്സ് കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുനിസിപ്പാലിറ്റി, അതായത് നമ്മുടെ വിവിധ മേഖലകൾ, പഞ്ചായത്തുകൾ, ഇവിടെയൊക്കെ വരുന്ന ഓരോരോ പ്രശ്നങ്ങളിലും നമ്മൾ നേരിട്ട് ഇടപെടും. അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചേംബർ ഓഫ് കൊമേഴ്സ് ചെയ്യുന്നു. അപ്പോൾ പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഉത്സവകാലം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ പട്ടാമ്പി വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യം പട്ടാമ്പിയിൽ ഇപ്പോഴും നിലവിൽ സജ്ജമാണ്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന പാർക്കിംഗ് സൗകര്യം, അതേപോലെ അവർക്ക് ടോയ്ലറ്റ് സൗകര്യം, റോഡിൻ്റെ ശോചനീയാവസ്ഥ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഉത്സവകാലങ്ങളിൽ ആളുകൾ ടൗണിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ആകെ റോഡ് ബ്ലോക്കാണ്. അതിനുള്ള സംവിധാനം കൂടി ഈ അവസരത്തിൽ. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് KP കമാൽ, ജനറൽ സെക്രട്ടറി KC സുധാകരൻ, ട്രഷറർ G സൈമൺ, വൈസ് പ്രസിഡന്റ് P സുബൈർ, PRO T ശ്രീനാരായണൻ, ഐക്യാം ചെയർമാൻ PK വിനോദ്, കൺവീനർ P മുസ്തഫ, യൂത്ത് വിംഗ് പ്രസിഡന്റ് VT അക്ബർ, സെക്രട്ടറി V ഷംസുദ്ദീൻ തുടങ്ങിയവരും പങ്കെടുത്തു. ഇതോടെ നിലയറ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.